ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ 4ാമത്തെ യൂണിറ്റായ സ്റ്റാർ ഇൻ ദ ജാർ എന്നതിലെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചാനൽ ഒന്ന് കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ഗോ ഔട്ട് ആൻഡ് ലുക്ക് അറൗണ്ട്. Find the things with the features given below. Write their names in the boxes. എന്താ പറഞ്ഞിട്ടുള്ള മക്കളോട് പറയാണ് ഗോ ഔട്ട് ആൻഡ് ലുക്ക് അറൗണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റുപാടും നിരീക്ഷിക്കുക, ചുറ്റുപാടും നോക്കുക. ഫൈൻഡ് ദ തിങ്സ് വിത്ത് ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ. നമുക്ക് ഓരോ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഓരോ സാധനത്തിൻ്റെ ഫീച്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ താഴെ തന്നിട്ടുണ്ട്. ആ പ്രത്യേകതകളുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മക്കള് ഫൈൻഡ് ചെയ്യുന്ന എന്താ പറയുക വസ്തുക്കളുടെ പേര് എഴുതിയാൽ മതി. ഞാനിവിടെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഫൈൻഡ് സംതിങ് ദാറ്റ് ഈസ് ബ്ലൂ. എന്താണ്? ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത് അത് എഴുതുക. നോക്കൂ, ഞാനിവിടെ സ്കൈ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. സ്കൈ ബ്ലൂ കളറിലല്ലേ? അപ്പം നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത് അത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് 2, ഹാസ് 4 legs. 4 കാലുകളുള്ള എന്തിനെയാണ് കണ്ടത്? ക്യാറ്റിന് 4 കാലല്ലേ ഉള്ളത്. ഈസ് റൗണ്ട്, ഡാഷ് ഈസ് റൗണ്ട്. എന്താ റൗണ്ടിൽ നിങ്ങൾ കണ്ടത്? വട്ടത്തിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റിയത്? ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ വെൽ, കിണറാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. സ്മെൽസ്, മണക്കുന്നുണ്ട്, സ്മെൽ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഞാൻ ഫ്ലവർ എന്ന് എഴുതി. 5th നോക്കൂ, ഹാസ് റൗണ്ട് ഐസ്, നല്ല വട്ടത്തിലുള്ള കണ്ണുകളുള്ളത്. ഞാനിവിടെ ഔളാണ് എഴുതിയിട്ടുള്ളത്. മൂങ്ങയുടെ കണ്ണുകൾ വട്ടത്തിലാണ് കേട്ടോ. 6 നോക്കൂ, ഈസ് യെല്ലോ. മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ? യെസ്, ഞാനിവിടെ സൺഫ്ലവർ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് യെല്ലോ കളറിൽ എന്താ കാണാൻ കഴിയുന്നത് അത് എഴുതിയാൽ മതി. 7, ഗ്ലിറ്റേഴ്സ്. ഫൈൻഡ് സംതിങ് ദാറ്റ് ഈസ് ഗ്ലിറ്റേഴ്സ്. തിളങ്ങുന്നതായിട്ട് ഞാൻ സ്റ്റാർ എഴുതി. ഹാസ് എ ലോങ് ടെയിൽ, നീണ്ട വാലുണ്ട്. എന്തിനാ നീണ്ട വാലുള്ളത്? ഞാൻ കൗ എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്, പശു. ഓക്കെ. ഹോപ്സ്, ഇങ്ങനെ ചാടി ചാടി പോകുന്നു. എന്താണ്? ഞാൻ ഫ്രോഗ് എഴുതി. ഓക്കെ, ഫ്രോഗ് ഹോപ്പ് ചെയ്യല്ലേ, ചാടി പോവുകയല്ലേ ചെയ്യുന്നത്. ദെൻ ക്ലൈംസ് ട്രീസ്, മരങ്ങൾ കയറാറുണ്ട്. ഞാൻ സ്ക്വയറിൽ എഴുതി. അണ്ണാനെയാണ് ഞാൻ മരങ്ങൾ കയറുന്നതായിട്ട് താഴെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം ഞാൻ അത് എഴുതി കേട്ടോ. ആക്ടിവിറ്റി 2, ഡു യു ഹാവ് എ ട്രഷർ? വാട്ട് ഈസ് ദാറ്റ്? ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രഷർ ഉണ്ടോ? നമ്മളുടെ ലക്കി എടുത്ത് വെക്കുന്നത് പോലെ എന്തെങ്കിലും ട്രഷർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്താണത്? ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ്. നിങ്ങൾ അതെന്താണെന്ന് എഴുതുക, അതിൻ്റെ പിക്ചർ വരയ്ക്കുക, അതെന്താണ് സംഭവം എന്ന് അതിനെക്കുറിച്ച് കുറച്ച് എഴുതുക. സോ ഞാൻ മൈ ട്രഷർ ഈസ്, എൻ്റെ ട്രഷർ എന്താണ്? എ യൂണിക്കോൺ ഡയറി. ഒരു യൂണിക്കോൺ ഷേപ്പായിട്ടുള്ള ഡയറിയാണ് എൻ്റെ കയ്യിലുള്ള ട്രഷറായിട്ട് എനിക്ക് തോന്നിയത്. നോക്കൂ, ഞാനിവിടെ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ എഴുതാൻ കഴിയുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഐ ഹാവ് എ ട്രഷർ. എൻ്റെ കയ്യിൽ ഒരു ട്രഷർ ഉണ്ട്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഡയറി. അതൊരു സ്പെഷ്യലായിട്ടുള്ള ഡയറിയാണ്. ഇറ്റ് ഹാസ് യൂണിക്കോൺ ഷേപ്പ്. അതിന് യൂണിക്കോണിൻ്റെ ആകൃതിയാണുള്ളത്, ഷേപ്പാണുള്ളത്. ഐ ലൈക്ക് യൂണിക്കോൺസ് വെരി മച്ച്. എനിക്ക് യൂണിക്കോൺസ് വളരെ ഇഷ്ടമാണ്. സോ ഐ ബ്രോട്ട് ദിസ് ഡയറി ഫ്രം എ ഷോപ്പ്. അതുകൊണ്ട് ഇനി യൂണിക്കോൺ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ ഡയറി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ആക്ടിവിറ്റി 3, ട്രഷർ ഹണ്ട്. ട്രഷർ ഹണ്ടാണ് കേട്ടോ. ട്രഷർ ഹണ്ട് എന്ന് വെച്ചാൽ എന്താ മക്കളെ? നിധി കണ്ടുപിടിക്കുന്ന ഒരു ഹണ്ടിങ് ആണ്, ഒരു വേട്ടയാണ്. ഓക്കെ. അപ്പം എന്താ മക്കളെ, ട്രഷർ ഹണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ച് ഹിൻറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും, അതായത് ഓരോ സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് അത് ഫോളോ ചെയ്ത് നിങ്ങളിങ്ങനെ പോവുക, എന്നിട്ട് ട്രഷറിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ട്രഷറിൽ എത്തുക. സോ ഇവിടെ നോക്കൂ, സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാ ഇവിടെയാണ്. അവിടെ നിന്ന് ഫസ്റ്റ് എന്താണ്? ക്രോസ് ദ റിവർ. ഈ പുഴ മുറിച്ച് കിടക്കണം. അപ്പോഴോ പുഴ മുറിച്ച് കിടക്കുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് കളർ ദ ലെറ്റർ ആൻഡ് ടേൺ ലെഫ്റ്റ്. ഇവിടെ ഒരു ലെറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ഏതാ ലെറ്റർ? സി ആണ്. ഈ ലെറ്ററിന് കളർ കൊടുക്കുക, എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് തിരിയുക.
അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹിന്റ് ഉണ്ട്. കളർ ദ ലെറ്റർ ആൻഡ് ടോൺ റൈറ്റ്. ഈ ലെറ്റർ ഏതാണ്? ലെറ്റർ എ ആണല്ലേ. എക്ക് കളർ കൊടുത്തിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് വലത് ഭാഗത്തേക്ക് തിരിയുക. അപ്പോഴോ കളർ ദ ലെറ്റർ ആൻഡ് ഗോ സ്ട്രൈറ്റ്. അവിടെ ഒരു കളർ ലെറ്റർ കണ്ടോ മക്കളെ? ഏതാണ്? എൻ ആണല്ലേ. എന്നിന് കളർ ചെയ്തിട്ട് നേരെ പോവുക. നേരെ പോകുമ്പോൾ നമുക്ക് ഡി എന്നുള്ള ലെറ്ററിലെത്തും. കളർ ദ ലെറ്റർ ആൻഡ് ടോൺ റൈറ്റ്. ആ ലെറ്ററിന് കളർ കൊടുത്തിട്ട് വലത് ഭാഗത്തേക്ക് തിരിയുക. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളിതാ ഈ പോണ്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. ഡക്കൊക്കെയുള്ള പോണ്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കളർ ദ ലെറ്റർ ആൻഡ് ഗോ ഫോർവേഡ്. അവിടെയുള്ള ലെറ്റർ കളർ ചെയ്യുക. ഏതാ ലെറ്റർ? എല്ലാണ് അല്ലേ. എല്ലിനെ കളർ ചെയ്തിട്ട് നേരെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരെ പോകുമ്പോൾ നമ്മൾ ഇ എന്നുള്ള ലെറ്ററിൻ്റെ അടുത്തെത്തുന്നു. കളർ ദ ലെറ്റർ. ആ ലെറ്ററിന് നമ്മൾ കളർ ചെയ്യുന്നു. ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. റൈറ്റ് ദ ലെറ്റേഴ്സ് കളർഡ് ഇൻ പ്രോപ്പർ ഓർഡർ. നിങ്ങൾ കളർ ചെയ്ത ഈ ലെറ്ററുകൾ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം സി എന്നുള്ള ലെറ്ററാണ് കളർ ചെയ്തത്. ദെൻ എ, ദെൻ എൻ, പിന്നെ ഡി, പിന്നെ എൽ, പിന്നെ ഇ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള വേർഡ് എന്താണ്? ക്യാൻഡിൽ, മെഴുകുതിരി. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രഷർ. ആക്ടിവിറ്റി 4. കളർ ദ ഷേപ്സ് വിത്ത് നമ്പേഴ്സ് ഇൻ ദം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് റാൻഡമായിട്ട് ലൈക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഓരോ നമ്പറിനും പറഞ്ഞ കളർ കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 1 എന്നുള്ള നമ്പറിനൊക്കെ ഗ്രീൻ കൊടുക്കണം, 2 നമ്പേഴ്സിനൊക്കെ യെല്ലോ കൊടുക്കണം, 3-ക്കൊക്കെ ലൈറ്റ് ബ്ലൂ കൊടുക്കണം, 4-നൊക്കെ ഡാർക്ക് ബ്ലൂ കൊടുക്കണം. യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ട്രഷർ. അപ്പോൾ നമുക്ക് പറഞ്ഞ കളേഴ്സ് കൊടുത്ത് നോക്കാം. 1-ന് ഗ്രീനും, 2-ന് യെല്ലോയും, 3-ക്ക് ലൈറ്റ് ബ്ലൂവും, 4-ന് ഡാർക്ക് ബ്ലൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കതാ ഒരു മയിൽപ്പീലിയാണ് അല്ലേ കിട്ടുന്നത്. മയിൽപ്പീലി മക്കൾക്കൊക്കെ ഇഷ്ടമാണോ? നല്ല രസമാണല്ലേ മയിൽപ്പീലി. നമ്മൾ നോട്ട് ബുക്കിലൊക്കെ വെക്കാറുണ്ട്, സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ മയിൽപ്പീലിക്ക് നല്ല മനോഹരമായിട്ടുള്ള കളർ കൊടുത്ത് നമ്മൾ ഭംഗിയാക്കി. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഗോ ഔട്ട് ആൻഡ് വാച്ച് ദ തിങ്സ് അറൗണ്ട് യുവർ ക്ലാസ്. ചെക്ക് ദ ലിസ്റ്റ് ആൻഡ് മാർക്ക് ദ തിങ്സ് യു ഹാവ് സീൻ ദെയർ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചുറ്റും നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. ഒരുപാട് വസ്തുക്കളുടെ പേര് താഴെ തന്നിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞതിന് നേരെയൊക്കെ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പാരോ എന്ന് വെച്ചാൽ കുരുവിയെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശരിയിട്ട് കൊടുക്കാം. കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ട്രീ, മരങ്ങൾ നമുക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ട്രീക്ക് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. പിന്നെ സ്വിങ് ഉണ്ട്. സ്വിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഊഞ്ഞാൽ, സ്കൂളിൽ ഊഞ്ഞാലുണ്ടായിരിക്കും, അതിന് ടിക്കറ്റ് കൊടുക്കാം. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ പൂമ്പാറ്റ. പിന്നെ ഹണി ബി, തേനീച്ച. ക്ലൗഡ്, ആകാശത്ത് മേഘങ്ങളെ കാണാൻ കഴിഞ്ഞെങ്കിൽ അതിന് ടിക്കറ്റ് കൊടുക്കുക. ബൈക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ ബൈക്കിന് ടിക്കിടുക. ആൻഡ്, ഉറുമ്പ്. ബൈസിക്കിൾ, സൈക്കിള്. ഫ്ലവർ, പൂക്കള്. ദെൻ ക്രോ എന്ന് വെച്ചാൽ കാക്ക. പിന്നെ ലീഫ്, ഇല. പാരറ്റ്, തത്ത. വാട്ടർ, വെള്ളം. കാറ്റർപില്ലർ, പുൽച്ചാടി. റെയിൻബോ, മഴവില്ല്. പിന്നെ ഫെദർ, തൂവല്. പിന്നെ ബഗ്സ് അല്ലെ, ഈ പ്രാണികളെ കണ്ടിട്ടുണ്ട് മക്കളെ, ബഗ്. പിന്നെ അതുപോലെ സ്പൈഡറിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ അത്. ദെൻ സീസോ കാണാൻ പറ്റിയെങ്കിൽ അത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. ആക്ടിവിറ്റി 6. ലക്കി മെറ്റ് അബി ഹിസ് ഫ്രണ്ട്. ലക്കി അവൻ്റെ ഫ്രണ്ട് അബിയെ കണ്ടു. അബി സോ ദ ട്രഷർ. അബി അവൻ്റെ കയ്യിലുള്ള ഈ ട്രഷർ കണ്ടു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി. അബിയും ലക്കിയും തമ്മിലുള്ള കോൺവെർസേഷന് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അബി എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ ലക്കി എന്ത് പറയും? ഇറ്റ് ഈസ് എ ട്രഷർ. അതൊരു ട്രഷറാണ്, അതൊരു നിധിയാണ് എന്ന് പറയും അല്ലേ. അബി, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? ലക്കി, എവിടെ നിന്നാണ് ലക്കിക്ക് സ്റ്റാറിനെ കിട്ടിയത് മക്കളെ? ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ ഗാർഡൻ. എനിക്ക് എൻ്റെ പൂന്തോട്ടത്തിൽ നിന്നാണ് ഇത് കിട്ടിയത്. അബി, ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിന്റെ ടോയ് ആണോ? നീ കളിക്കുന്ന സ്റ്റാർ ആണോ? ലക്കി എന്ത് പറയും? നോ, ഇറ്റ് ഈസ് നോട്ട് എ ടോയ്, ഇറ്റ് ഈസ് എ റിയൽ സ്റ്റാർ. ഇത് ടോയ് സ്റ്റാർ അല്ല, ഇത് ശരിക്കുള്ള സ്റ്റാർ ആണ് എന്ന് പറയും. ആക്ടിവിറ്റി 7. റീഡ് ദ റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. മേക്ക് എ റിഡിൽ ഓൺ ദ ഗിവൺ പിക്ചർ. താഴെ നമുക്ക് കുറച്ച് റിഡിൽസ്, കടങ്കഥകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അവിടെയുള്ള ബോക്സിൽ എഴുതി കൊടുക്കണം. പിന്നെ നമുക്കൊരു പിക്ചർ അവിടെ താഴെ തന്നിട്ടുണ്ട്, അതിൻ്റെ കുറിച്ചൊരു കടങ്കഥയും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം റിഡിൽസ് നോക്കാം. നോക്കൂ.
ആദ്യത്തേത് നോക്കൂ, ഇറ്റ് ഈസ് എ ബേർഡ്. അതൊരു പക്ഷിയാണ്. ബട്ട് ഇറ്റ് കാൺഡ് ഫ്ലൈ. പക്ഷെ അതിന് പറക്കാനായിട്ട് സാധിക്കില്ല. പറക്കാൻ കഴിയാത്ത പക്ഷി, ബേർഡ് ഏതാ മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, പെൻഗ്വിൻ ആണല്ലേ. പെൻഗ്വിൻ ഒരു ബേർഡാണ്. ബട്ട് ഇറ്റ് കാൺ ഫ്ലൈ. അതിന് പറക്കാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് നോക്കൂ, ഇറ്റ് ഹാസ് 4 legs. അതിന് 4 കാലുകളുണ്ട്. ബട്ട് ഇറ്റ് കാൺഡ് വാക്ക്. പക്ഷെ അതിന് നടക്കാനായിട്ട് സാധിക്കില്ല. അതെന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഒന്നുകിൽ ചെയർ. ചെയർ 4 കാലുണ്ട് പക്ഷെ നടക്കാൻ സാധിക്കില്ല അല്ലേ. പിന്നെ ടേബിൾ അതുപോലെ 4 legs ഉണ്ട്, 4 കാലുണ്ട്, നടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കോട്ട്, നമ്മുടെ കട്ടിലില്ലേ, അതിന് 4 കാലുണ്ട്, നടക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. മൂന്നാമത്തേത് നോക്കൂ, ഐ ഹാവ് 3 leaves. എനിക്ക് 3 leaves ഉണ്ട്, അതായത് 3 ഇലകളുണ്ട്. ബട്ട് ഐ ആം നോട്ട് എ ട്രീ. പക്ഷേ ഞാനൊരു മരമല്ല. അതെന്താ മക്കളെ? ലീവ്സ്, 3 leaves ഉണ്ട്, പക്ഷെ ഞാനൊരു മരമല്ല. നമുക്കറിയാം ഫാനാണ്. ഫാനിന് 3 leaves ഉണ്ടല്ലേ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ട്രീ. അതൊരു മരമല്ല. ഇനി നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതെന്തിന്റെ പിക്ചറാണ്? ബാറ്റ്, വവ്വാല് അല്ലേ. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് അല്ല കേട്ടോ. വവ്വാലിന് നമ്മൾ ബാറ്റ് എന്നാണ് പറയാ. ബാറ്റിനെ കുറിച്ച് ഒരു റിഡിൽ എഴുതാനാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. ഐ സ്ലീപ്പ് ബൈ ഡേ. ഞാൻ പകല് ഉറങ്ങുന്നു. ഐ ഫ്ലൈ ബൈ നൈറ്റ്. ഞാൻ രാത്രിയായാൽ പറക്കുന്നു. ഐ ഹാവ് നോ ഫെദേഴ്സ് ടു എയ്ഡ് ഇൻ ഫ്ലൈറ്റ്. എന്നെ പറക്കാൻ സഹായിക്കാനായിട്ട് ചിറകുകളില്ല. ആൻസർ ബാറ്റ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. ലക്കി പുട്ട് ദ ട്രഷർ ഇൻ എ ജാർ. ലക്കി അവൻ്റെ ആ ട്രഷർ, അതായത് ആ സ്റ്റാറിനെ ഒരു ജാറിലിട്ട് വെച്ചു. ഇൻ ദ ഈവനിങ് ഹി റോട്ട് അബൌട്ട് ദ ട്രഷർ ഇൻ ഹിസ് ഡയറി. അന്ന് വൈകുന്നേരം അവൻ അവൻ്റെ ഡയറിയിൽ ആ ട്രഷറിനെ കുറിച്ച് എഴുതാനായിട്ട് തുടങ്ങി. പ്രിപ്പയർ ലക്കീസ് ഡയറി. ലക്കിയുടെ ഡയറി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റും ഡേയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുകയാണ്. മക്കൾ ഡേറ്റും ഡേയും ഇട്ട് കൊടുക്കുക. ടുഡേ ഐ ഗോട്ട് എ ട്രഷർ. ഇന്ന് എനിക്കൊരു ട്രഷർ കിട്ടി. ഐ ഫൗണ്ട് ഇറ്റ് ഫ്രം മൈ ഗാർഡൻ. ഞാനത് എൻ്റെ ഗാർഡനിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ റിയൽ സ്റ്റാർ. എനിക്ക് തോന്നുന്നു അതൊരു യഥാർത്ഥത്തിലുള്ള നക്ഷത്രമാണെന്ന്. ബട്ട് ലൂസി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ടോയ് സ്റ്റാർ. പക്ഷെ ലൂസി പറയുന്നത് അതൊരു ടോയ് സ്റ്റാർ ആണെന്നാണ്. എനിവേ ഐ വോണ്ട് ടു ഫൈൻഡ് ഇറ്റ്സ് ഓണർ. എന്തായാലും എനിക്ക് അതിൻ്റെ ഉടമസ്ഥനെ, ഓണറെ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് റിയലി എ നൈസ് ട്രഷർ. അത് ശരിക്കും വളരെ ഭംഗിയുള്ളൊരു അല്ലെങ്കിൽ വളരെ നല്ലൊരു ട്രഷറാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 9, ലുക്ക് അറ്റ് ദ നൈറ്റ് സ്കൈ. ഇവിടെ നമുക്ക് ഒരു നൈറ്റ് സ്കൈയുടെ, അതായത് രാത്രിയിൽ കാണുന്ന ആകാശത്തിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിലൊരു 3 മാത്രമേ ഉള്ളൂ അല്ലേ. പേസ്റ്റ് സ്റ്റാർസ് ആൻഡ് മേക്ക് ഇറ്റ് എ സ്റ്റാറി സ്കൈ. ഇതിൽ നിങ്ങളോട് കുറച്ച് സ്റ്റാറുകളൊക്കെ പേസ്റ്റ് ചെയ്യാൻ, ഒട്ടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ സ്കൈയെ നല്ല മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങളുള്ള സ്കൈ ആക്കി മാറ്റുക. മക്കൾക്ക് സ്റ്റാർസിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആക്ടിവിറ്റി 10, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, സെലക്ട് സ്യൂട്ടബിൾ മെസ്സേജസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സസ്. നമുക്കവിടെ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. സിമ്പിൾസ് ആണ്. ഈ സിമ്പിൾസ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് നോ പാർക്കിംഗ്. പാർക്കിംഗ് പാടില്ല. വൺ വേ ആണ്. അതായത് വാഹനങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമേ പാസിംഗ് അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ പുഷ്, തള്ളുക, ബസ് സ്റ്റോപ്പ്, ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പിക്ചേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതെന്താണെന്ന് നോക്കാം, മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പിക്ചർ നോക്കൂ മക്കളെ. ഇതെന്തായിരിക്കും? പുഷ് എന്നായിരിക്കും അല്ലേ. ഡോറ് പുഷ് ചെയ്യുക, തള്ളുക എന്നാണ് ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വേ ആണ്. പിന്നെ അടുത്തത് നോ പാർക്കിംഗ്. പിന്നെ 4-മത്തേത് ബസ് സ്റ്റോപ്പ്. ആക്ടിവിറ്റി 11, ദ ട്രഷർ ഈസ് എ റിയൽ സ്റ്റാർ. ലക്കി കോൾഡ് ഔട്ട് ടു ലൂസി. ഇപ്പം ട്രഷർ എന്താണ്? ശരിക്കുള്ള സ്റ്റാർ ആണെന്ന് ലക്കിക്ക് മനസ്സിലായി. അവന് ലൂസിയെ വിളിച്ചു. ഹി വാസ് ത്രിൽഡ്. അവന് ശരിക്കും ഭയങ്കര ത്രില്ലായിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ലക്കി ആൻഡ് ലൂസി. ആ സമയത്ത് ലക്കിയും ലൂസിയും തമ്മിൽ സംസാരിക്കാനിടയുള്ള കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലക്കി വിളിക്കുന്നത് കേട്ട് ലൂസി എന്തായിരിക്കും ചോദിക്കുക? വൈ ഡിഡ് യു കോൾ മീ? നീ എന്തിനാ എന്നെ വിളിച്ചത് എന്നായിരിക്കും അല്ലേ. ലക്കി എന്ത് പറയുന്നു? ദിസ് ഈസ് നോട്ട് എ ടോയ്. ഇതൊരു ടോയ് അല്ല. ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദ സ്കൈ. ഇത് ആകാശത്ത് നിന്നുള്ള ശരിക്കുള്ള നക്ഷത്രമാണ്. അപ്പൊ ലൂസി എന്ത് ചോദിക്കും? ഹൗ ഇറ്റ് കെയിം ഹിയർ. അതെങ്ങനെ ഇവിടെ എത്തി?
ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് അറിയില്ല എന്ന് ലക്കി പറയുന്നു. Activity 12. Lucky and Lucy are talking about ideas to send the star back to the sky. Complete their conversation. ലക്കിയും ലൂസിയും കൂടെ ഈ സ്റ്റാറിനെ ഇനി തിരികെ ആകാശത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരത് അയക്കുക എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. കോൺവെർസേഷൻ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലക്കി ഇവിടെ പറയുന്നുണ്ട് ബട്ട് വി ഹാവ് നോ റോക്കറ്റ്. അപ്പോൾ ലൂസി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ലെറ്റ്സ് സെൻഡ് ഇറ്റ് ഇൻ എ റോക്കറ്റ്. നമുക്കിതിനെ ഒരു റോക്കറ്റിലാക്കി അയച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ലക്കി എന്ത് പറയുന്നു? ബട്ട് വി ഹാവ് നോ റോക്കറ്റ്. പക്ഷെ നമുക്ക് റോക്കറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. പിന്നെ ലക്കി എന്ത് പറയുന്നു? വി ക്യാൻ മേക്ക് എ പോസ്റ്റർ ആൻഡ് ടെൽ ദം ദാറ്റ് ദെയർ സ്റ്റാർ ഈസ് ഹിയർ. നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം, എന്നിട്ട് എന്ത് പറയാം? നിങ്ങളുടെ സ്റ്റാർ ഇവിടെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. ക്യാൻ ദേ റീഡ് ദാറ്റ്? അവർക്കത് വായിക്കാൻ സാധിക്കുമോ എന്ന് ലൂസി ഒരു സംശയം ചോദിക്കുന്നു. ആക്ടിവിറ്റി 13. നിങ്ങൾക്കൊരു ക്യാൻഡിൽ ഉണ്ടാക്കാനാണ്. മേക്ക് എ ക്യാൻഡിൽ ഫോളോയിങ് ദ പിക്ചേഴ്സ്. താഴെ നിങ്ങൾക്ക് ക്യാൻഡിൽ ഉണ്ടാക്കുന്ന പിക്ചർ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് മെഴുകുതിരികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? ടേക്ക് എ സ്ക്വയർ പേപ്പർ. ഒരു സമചതുരത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക. ഫോൾഡ് ഫ്രം കോർണേഴ്സ് ടു സെന്റർ. അതിൻ്റെ 4 മൂലയിൽ നിന്നും നടുവിലേക്ക് മടക്കുക. അൺഫോൾഡ് ദ കോർണർ. എന്നിട്ട് ഈ മടക്കിയത് മടക്ക് നിർത്തുക. ഫോൾഡ് അപ്പ് ഫ്രം ദ മിഡിൽ ലൈൻ. നടുവിലുള്ള ലൈനിൽ നിന്ന് മുകളിലേക്ക് മടക്കുക. ദെൻ ടേൺ ദ പേപ്പർ തിരിക്കുക. ഫോൾഡ് ദ സൈഡ്സ് അലോങ് ദ ലൈൻസ്. ആദ്യം മടക്കിയ വരകളിലൂടെ സൈഡുകൾ രണ്ടും മടക്കുക. റോൾ ദ പേപ്പർ ആൻഡ് ഇൻസേർട്ട് വൺ സൈഡ് ഇൻ ടു ദ അതർ. പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് ഒരു സൈഡ് മറ്റേ സൈഡിനുള്ളിലൂടെ എടുക്കുക. ട്വിസ്റ്റ് ദ ടോപ്പ് പാർട്ട് റൈറ്റ് ടു മേക്ക് ദ ഫ്ലെയിം. ഈ മുകളിലുള്ള ഭാഗം ഒന്ന് ട്വിസ്റ്റ് തിരിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മെഴുകുതിരി കത്തുന്നത് പോലെ തോന്നും. അപ്പം ഞാനീ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ എന്ത് ചെയ്യുക? ടീച്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ക്യാൻഡിൽ ഉണ്ടാക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. The stars send a reply to the children. Color the stars with dots at the center. You will get the message. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർസ് എന്ത് ചെയ്തു? ഒരു മെസ്സേജ് അയച്ചു. കുട്ടികളോട് റിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് അവരെന്താണ് റിപ്ലൈ ചെയ്തത് എന്ന് നിങ്ങൾക്ക് അവിടെ ഡോട്ട് ഇട്ടിട്ട് തന്നിട്ടുണ്ട്. ആ ഡോട്ട് ഇട്ട സ്റ്റാറുകൾ ഫില്ല് ചെയ്യുക, കളർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവർ പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് കിട്ടും. നോക്കൂ മക്കളെ, ഗോട്ട് ദ മെസ്സേജ് എന്നാണ് അവർ അയച്ചിട്ടുള്ളത് കേട്ടോ. മക്കൾ അത് നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കുക. നമുക്കിത് ഫോണിൽ ടച്ച് ചെയ്ത് കളർ ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പം ഗോട്ട് ദ മെസ്സേജ് എന്നുള്ള ഭാഗം നിങ്ങൾ കളർ ചെയ്യുക. ആക്ടിവിറ്റി 15 നോക്കൂ. ലക്കി സെൻഡ് എ മെസ്സേജ് ടു ഹിസ് ഫ്രണ്ട്. ലക്കി അവൻ്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. ഏത് ഫ്രണ്ടാണ്? അബി. അബൌട്ട് ദ സ്റ്റാറിനെ കുറിച്ചാണ് അബിക്ക് മെസ്സേജ് അയച്ചത്. വാട്ട് വുഡ് ലക്കി റൈറ്റ് ഓൺ ദ മൊബൈൽ ഫോൺ? ലക്കി മൊബൈൽ ഫോണിലൂടെ അവൻ അയച്ച മെസ്സേജ് എന്താണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ലക്കി പറയാണ് ഇറ്റ് വാസ് നോട്ട് എ ടോയ് സ്റ്റാർ. അതൊരു ടോയ് സ്റ്റാർ അല്ല. പിന്നെന്ത് പറയും? ഐ ഹാഡ് കെപ്റ്റ് ദാറ്റ് സ്റ്റാർ ഇൻ എ ജാർ. ഞാൻ ആ സ്റ്റാറിനെ ഒരു ജാറിൽ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഐ കെയിം ഇൻ ടു ദ റൂം ദിസ് ഈവനിങ് ദാറ്റ് സ്റ്റാർ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി. ഞാൻ ഈ വൈകുന്നേരം റൂമിലേക്ക് കയറിയപ്പോൾ ആ സ്റ്റാർ എന്താണ്? വളരെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല, എ മെസ്സേജ് അപ്പിയർഡ് ഇൻ ദ സ്കൈ സേയിങ് ദാറ്റ് എ ലിറ്റിൽ സ്റ്റാർ വാസ് മിസ്സിങ്. ആകാശത്തൊരു മെസ്സേജ് തെളിഞ്ഞു. എന്താണ്? എ ലിറ്റിൽ സ്റ്റാർ വാസ് മിസ്സിങ് എന്നുള്ളൊരു മെസ്സേജ് തെളിഞ്ഞു. ദെൻ ലൂസി ആൻഡ് ഐ സെൻഡ് ഇറ്റ് ഇൻ ടു ദ സ്കൈ ടുഗെദർ. അതിനുശേഷം ഞാനും ലൂസിയും കൂടെ ആ നക്ഷത്രത്തെ ഒരുമിച്ച് ആകാശത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. ആക്ടിവിറ്റി 16 നോക്കൂ. റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഡ്രോ സ്യൂട്ടബിൾ ഇമോജീസ് ഇൻ ദ ബോക്സസ്. നമുക്കവിടെ 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ആ ഓരോ സെൻറ്റൻസിനും സ്യൂട്ട് ചെയ്യുന്ന ഇമോജികൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇമോജി ഒരു സാഡ് ഇമോജി ഉണ്ട്, പിന്നെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ഇമോജി ഉണ്ട്, പിന്നെ അതുപോലെ സ്മൈൽ ഇമോജി ഉണ്ട്, ഹാപ്പി ഇമോജി ഉണ്ട്, പിന്നെ സർപ്രൈസ് ഇമോജി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, ലക്കി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. നിനക്ക് നല്ല തിളക്കത്തോട് കൂടിയിട്ട് ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ലക്കി സർപ്രൈസോട് കൂടിയിട്ട് ചോദിച്ചു. അപ്പം സർപ്രൈസിൻ്റെ ഇമോജി ഏതാണ്? ഇതാണ് അല്ലേ? ബട്ട് ദ സ്റ്റാർ ഡിഡിൻ മൂവ്. ലക്കി ഫെൽ സാഡ്. പക്ഷെ സ്റ്റാർ
അനങ്ങിയില്ല. ലക്കിക്ക് സങ്കടമായി. അപ്പൊ സാഡ് ഇമോജി വരച്ചു ചേർക്കുക. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അങ്ങനെ അവസാനം നമ്മൾ ഈ സ്റ്റാറിന്റെ ഓണറെ കണ്ടുപിടിച്ചു. ലക്കി സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു. അപ്പൊ ഹാപ്പിലി, ഹാപ്പിയുടെ ഇമോജി ഏതാണ്, അത് വരച്ചു കൊടുക്കുക. ഇസ് ഇറ്റ് റിയലി എ സ്റ്റാർ? ഇത് ശരിക്കും ഒരു സ്റ്റാർ ആണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? അതെങ്ങനെ ഇവിടെ എത്തി? ലക്കി വാസ് കൺഫ്യൂസ്ഡ്. ലക്കിക്ക് കൺഫ്യൂഷനായി. അപ്പൊ ലക്കീനെ ആലോചിക്കുന്ന ഒരു ഇമോജി വരച്ചു കൊടുക്കുക. ആക്ടിവിറ്റി 17. ഹൂ സേസ് ദീസ് ഡയലോഗ്സ്, നെയിം ദ സ്പീക്കർ. നമുക്ക് താഴെ 3 ഡയലോഗുകൾ തന്നിട്ടുണ്ട്. അത് ആരായിരിക്കും പറയുക, ആ സ്പീക്കറുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഡയലോഗ് എന്താണ്? ഐ ഫ്ലൈ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്ത് പറക്കും. ബട്ട് ഐ ഹാവ് നോ വിങ്സ്. പക്ഷെ എനിക്ക് ചിറകുകളില്ല. ചിറകുകളില്ലാതെ ആകാശത്ത് പറക്കുന്നത് എന്താ മക്കളെ? മേഘങ്ങളാണല്ലേ, ക്ലൗഡ്സ് ആണ്. സോ ക്ലൗഡ് എന്ന് എഴുതാം. ക്ലൗഡ് എന്ന് വെച്ചാൽ മേഘം. മേഘങ്ങൾക്ക് ചിറകുകളില്ല, പക്ഷെ അതിങ്ങനെ ആകാശത്തൂടെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ടല്ലേ. വി ട്വിങ്കിൾ ആൻഡ് സ്മൈൽ. ഞങ്ങൾ തിളങ്ങും, അതുപോലെ ചിരിക്കും. യു സീ ആസ് ഓൺലി അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് ഞങ്ങളെ രാത്രി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ രാത്രി ട്വിങ്കിൾ ചെയ്യുന്നത് എന്താണ്? സ്റ്റാർസ് ആണ്. സ്റ്റാർ എന്ന് എഴുതാം. ഐ ആം റൗണ്ട്. ഞാൻ വട്ടത്തിലാണ്. ബട്ട് നോട്ട് ഓൾവേസ്. പക്ഷെ എല്ലാ സമയവും വട്ടത്തിലല്ല. ഐ ഗിവ് യു ലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തരുന്നു. ഐ ആം നോട്ട് ദ സൺ. ഞാൻ സൺ അല്ല, സൂര്യനല്ല. ആരാണത്? മൂണാണ് അല്ലേ. മൂണ് റൗണ്ടിലാണ്, പക്ഷെ എല്ലാ സമയവും റൗണ്ടാണോ മൂണിന്? അല്ല, മൂണിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. മൂണ് നമുക്ക് ലൈറ്റ് തരുന്നുണ്ട്, പക്ഷെ സൺ അല്ല. ഓക്കെ, അപ്പൊ മൂണാണ് ആൻസർ. അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 18. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. താഴെ ഒരു സോങ് തന്നിട്ടുണ്ട്. ആ സോങ്ങിലേക്ക് വിട്ടുപോയ ഭാഗത്ത് വരികൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോയിം വായിച്ചു നോക്കൂ. ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ഐ വാസ് ഹാപ്പി there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. Now I rest on the ground so soft and cool. Still I miss my starry sky. Oh dear sky, please take me near. I want to shine and dance, my dear. Now I rest on the ground so soft and cool. Still I miss my starry sky. പിന്നെ അവിടെ എന്ത് വരും മക്കളെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂരിപ്പിച്ചു കൊടുക്കാം. I wish I could fly back to you. I want to shine and dance, my dear. ഞാനതാണ്, ആ ലൈനാണ് കേട്ടോ പൂരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 19. കളർ ദ വേർഡ്സ് വിത്ത് സിമിലർ എൻഡിങ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. താഴെ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സ് സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിന് നിങ്ങൾ സെയിം കോളത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നൈറ്റ്, ലക്കി, നിയർ, റൈറ്റ്, ഹിയർ, ഹാപ്പി, ബ്രൈറ്റ്, ക്ലിയർ, യമ്മി, ഫാർ, സ്റ്റാർ, ജാർ, ലൈറ്റ്, ലൂസി, ടാർ, കാർ, വെരി, ഫിയർ, ഹൈറ്റ്, ഡിയർ. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നിനും ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നാണ് നോക്കാൻ. സോ നൈറ്റ് എന്നുള്ള സൗണ്ട്, നൈറ്റ് തന്നിട്ടുണ്ട്. ആ സൗണ്ട് പോലെ എൻഡ് ചെയ്യുന്ന വേർഡ്സ് വേറെ ഏതൊക്കെയാണ്? നൈറ്റ്, റൈറ്റ്, ബ്രൈറ്റ്, ദെൻ ലൈറ്റ്, ഹൈറ്റ്. ഇത്രയുണ്ട് അല്ലേ. പിന്നെ ലക്കി, ലക്കി, ഹാപ്പി, യമ്മി, ലൂസി, വെരി, സ്റ്റാർ, സ്റ്റാർ, ഫാർ, ജാർ, ദെൻ ടാർ, കാർ. ഇത്രയുണ്ട്. ഹിയർ, ഹിയർ, നിയർ, ക്ലിയർ, ദെൻ ഫിയർ, ഡിയർ. ഇത്രയുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 20. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റാർ ഈസ് സ്മോൾ. സ്റ്റാർ എന്താണ്? ചെറുതാണ്. ദ സ്റ്റാർ ഈസ് ബ്രൈറ്റ്. സ്റ്റാർ തിളക്കമുള്ളതാണ്. ദ സ്റ്റാർ ഈസ് സ്മോൾ ആൻഡ് ബ്രൈറ്റ്. അപ്പം സ്മോൾ, ബ്രൈറ്റ് ഇത് രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുന്നത് ആൻഡ് എന്നുള്ളൊരു വേർഡ് കൊണ്ടാണ്. സ്മോളും ബ്രൈറ്റും ആണ്. ആദ്യം പറഞ്ഞിട്ടുള്ളത് സ്റ്റാർ സ്മോൾ ആണ്, സ്റ്റാർ ബ്രൈറ്റ് ആണ്. 2 സെൻറ്റൻസുകൾ പറഞ്ഞു. പിന്നെ ഈ 2 സെൻറ്റൻസും കൂടെ ഒറ്റ സെൻറ്റൻസ് ആക്കി പറഞ്ഞു. ഇങ്ങനെ ആൻഡ് വെച്ചിട്ട്. ദ സ്റ്റാർ ഈസ് സ്മോൾ ആൻഡ് ബ്രൈറ്റ്. സ്മോളും ബ്രൈറ്റും ആണ്. നെക്സ്റ്റ് നോക്കൂ. ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ്. മൂണ് റൗണ്ടുമാണ്, വൈറ്റുമാണ്. മൂന്നാമത്തത് നോക്കൂ. റെയിൻബോ ആണല്ലേ. ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. റെയിൻബോ നല്ല മനോഹരമായിട്ടുള്ള നിറത്തിലുള്ളതാണ്, അതുപോലെ ബ്യൂട്ടിഫുള്ളും ആണ്.
ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. സണ്ണ് ചുവപ്പാണ്, ക്ലൗഡ്സ് മേഘങ്ങൾ വെള്ളയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ആൻഡ് കഴിഞ്ഞിട്ട് വെച്ചിട്ട് യോജിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് സ്റ്റാർ ഇൻ ദ ജാർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഈ വർക്ക് ബുക്കിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്